ചീഫ് ജസ്റ്റിസ് BR ഗവായിയെ ഷൂ എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതായത് രാജേഷ് കിഷോർ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ് ഇദ്ദേഹത്തെ ചെരിപ്പറി, അതായത് സനാതന ധർമ്മങ്ങളെ കുറിച്ച് ഇദ്ദേഹം എതിർത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെരിപ്പെറിഞ്ഞ് നടത്തിയത്. ചീഫ് ജസ്റ്റിസ് എന്ന് ഓർക്കണം, അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെ അറിയുന്നത് ഇന്ത്യ അറിയുന്നത് പോലെ ആണ്, ഇന്ത്യ അപമാനിക്കുന്നത് പോലെ തന്നെയാണ്. അതിന് മറ്റൊരു ഇതുമില്ല. കാരണം അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ പലരും പറയുന്നത് ഇതുവരെ പോയിട്ടുള്ളൂ, മുഖത്തൊന്നും എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ അദ്ദേഹത്തിന്റെ ചെവിയുടെ ഇവിടെ കൂടിയാണ് പോയിരിക്കുന്നത്. അത് വളരെ ഇന്ത്യയെ തന്നെ അപമാനിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടേതായ വ്യക്തിത്വമുണ്ട്. അതെ, അത് നിയമങ്ങൾ പാലിക്കേണ്ട ഒരു അഭിഭാഷകൻ തന്നെ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ഏറ്റവും അപമാനകരമായ. ഇതിപ്പോ പല സംഖ്യകളൊക്കെ ഇതല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, സനാതന ധർമ്മം പിന്നെ ഇതുപോലെ നിഷേധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ സനാതന ധർമ്മത്തിനെതിരെ പറഞ്ഞാൽ ഞങ്ങൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും, നിനക്കൊക്കെ എന്ത് തേങ്ങ ചെയ്യാൻ പറ്റുമോടാ, മാങ്ങ ചെയ്യാൻ പറ്റുമോടാ എന്നൊക്കെ ചോദിച്ച് പല രംഗത്തെത്തുന്നുണ്ട്. പക്ഷെ അതല്ല, ഒന്നുകിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് വേണമെങ്കിൽ ഒരു പരാതി നൽകാം. ചീഫ് ജസ്റ്റിസിനെതിരെ പരാതി നൽകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പരാതി നൽകാം. ഇങ്ങനെ കാണിക്കുന്നത് ഒരിക്കലും സനാതന ധർമ്മത്തിന് ഒപ്പം നിൽക്കുന്ന ഒരാളിന്റെ ലക്ഷണമല്ല എന്നാണ് വിജയ്ക്ക് ഇതിൽ തോന്നുന്നത്. അല്ല, ഇവിടെ ഈ ഹിന്ദു സംഘടനകളാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതെല്ലാം തന്നെ ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന ആളെ പിന്തുണച്ചു. അത് സ്വാഭാവികമായിട്ട് അത് ഇവർക്ക് ഇപ്പൊ ഈ പറയുന്ന ഇതിപ്പോ ചെയ്തത് ഏതെങ്കിലും സുഡാപ്പി ആയിരുന്നെങ്കിൽ, ഇതിപ്പോ ചെയ്തത് ഏതെങ്കിലും സുഡാപ്പി വക്കീലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാം തിരിയും. ചീഫ് ജസ്റ്റിസിനെ കൈവച്ചു, ഇന്ത്യയുടെ പരമോന്നത അധികാരത്തിലാണ് കൈവച്ചത്, ചോദ്യം ചെയ്തു. ഇന്ന് ഇന്ന് ചീഫ് ജസ്റ്റിസിനെ കല്ലെറിഞ്ഞാൽ നാളെ പ്രധാനമന്ത്രിയെ കല്ലെറിയാൻ ഇവർക്ക് അധിക സമയം വേണ്ടി വരില്ല. ഇത് ഇന്ത്യയാണ്, അത് മറക്കാതിരിക്കുക. ഇന്ത്യയൊക്കെ പാകിസ്ഥാൻ അല്ല, ഇത് ഇന്ത്യയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അതൊന്നും പറയാനില്ല, കാരണം ചെയ്തത് സംഖ്യ ആയതുകൊണ്ട് ഒന്നും പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സനാതന ധർമ്മവും ഹിന്ദുവും, ഇദ്ദേഹം പുറത്ത് ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? സനാതന ധർമ്മത്തിനെ അപമാനിച്ചാൽ നമ്മളെ ഇന്ത്യ അതിന് നോക്കി നിൽക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മതം, ജാതി ഇതിനേക്കാൾ മുകളിലാണ് എന്ത് നിൽക്കുന്നത്? നമ്മുടെ ഭരണഘടന നിൽക്കുന്നത്, നമ്മുടെ സുപ്രീം കോടതി നിൽക്കുന്നത്, നമ്മുടെ എല്ലാ ഇതും നിൽക്കുന്നത്. അതാദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള നിയമവും ആ നിയമത്തിന് ഏകോപിപ്പിക്കുന്ന സുപ്രീം കോടതിയും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഹിന്ദുമതം, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം പേർക്കും അങ്ങനെയാണ്. നമുക്ക് മതം ഹിന്ദു ഭരണഘടന പറയുന്ന കാര്യങ്ങളൊക്കെ ധിക്കരിച്ചുകൊണ്ടോ അതിനെ പിന്നെ മാറ്റി നിർത്തിക്കൊണ്ടോ മതം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞുതരാം, ഓർഡർ ഞാൻ പറഞ്ഞുതരാം. രാജ്യം, ഭരണഘടന, സുപ്രീം കോടതി, പാർലമെന്റ്, ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഹിന്ദുമതം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് പറയുന്നതിൽ എനിക്ക് ഒരു ഇതുമില്ല. കാരണം അങ്ങനെയാണ് ഒരു ഇന്ത്യൻ പൗരൻ ചിന്തിക്കേണ്ടത്. മതമെന്നൊക്കെ പറഞ്ഞാൽ എന്തോ അത് മനുഷ്യനുണ്ടാക്കിയ ഒരു സാധനം അല്ല. അതിന് ബഹുമാനം കൊടുക്കണം, അത് അവരെ ഇഷ്ടം, അത് വിശ്വസിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യൻ പൗരൻ ആദ്യം അവൻ്റെ രാജ്യം, അത് കഴിഞ്ഞ് അവൻ്റെ ഭരണഘടന, പിന്നെ ആ ഭരണഘടനയെ സംരക്ഷിക്കുന്ന സുപ്രീം കോടതി, പിന്നെ സുപ്രീം കോടതിയും പാർലമെന്റും ആണല്ലോ. പാർലമെന്റ്, രാജ്യസഭ, അതൊക്കെ കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് എന്ത് വരാൻ പാടുള്ളൂ? അവൻ്റെ മതം വരാൻ പാടുള്ളൂ. അതാണ്. അല്ലാതെ അവിടെ എന്തെങ്കിലും അതായത് ഒരു മാറ്റം, അല്ല ഓർഡർ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് കണ്ടുപിടിച്ചതായിട്ട്. കാരണം രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ട് അലക്കിയല്ലോ. രാഹുൽ ഗാന്ധി ചെയ്തല്ലോ, പിന്നെ എനിക്ക് എന്താ ചെയ്തുകൂടാത്തതായിരിക്കും. രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്ന സമയത്ത് ഇവർക്ക് സുപ്രീം കോടതി ഭയങ്കര വിശ്വാസമായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി എന്താ സുപ്രീം കോടതി പോകുന്നത്? അപ്പൊ ഈ ലവന്മാര് പറയും എന്താണ് സുപ്രീം കോടതിയൊക്കെ കറപ്റ്റ്, സുപ്രീം കോടതിയൊക്കെ മോദി. ഇപ്പൊ മോദിയുടെ സുപ്രീം കോടതിയിലാണ് ഒരു വക്കീലിനെയാണ് ഒരു സംഖ്യ എറിഞ്ഞിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇവർക്ക് എല്ലാവർക്കും അതായത് ഇവന്മാര് പറയുന്ന സുപ്രീം കോടതിയല്ല മോദിയുടെ ഇതാണെന്ന്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷൂസ് എറിയേണ്ട അവസ്ഥയെ വരില്ലായിരുന്നു എന്നുള്ളതാണ്. മോദി ശരിയായി കൂടെ. അത് നമ്മളൊരു പയ്യൻ വരും, ശരിയായി കൊടുത്ത എന്നൊക്കെ പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല, ഒരു പയ്യനല്ല, 17 വയസ്സുണ്ട് ഈ രാകേഷ് കിഷോറിന്. അപ്പോൾ എന്തായാലും എന്താണ് ഇപ്പം എനിക്ക് എൻ്റെ മതവിശ്വാസമുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ എൻ്റെ ബെഡ്റൂം രഹസ്യം പോലെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മതവിശ്വാസം. അത് ഞാൻ വേറെ ആരെങ്കിലും മുഖത്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആരുടെയും തൊണ്ടയെ കൊണ്ട് തള്ളാൻ പോകാറില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ തന്നെ വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയാൻ പോകാറില്ല. എൻ്റെ വിശ്വാസം എൻ്റെ ഇതാണ്. അത് മറ്റൊരാൾ ചോദിച്ചാൽ എന്തുവാണ് അതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഞാൻ പ്രചരിപ്പിക്കാനും പോകാറില്ല,
അതല്ല, അത് അറിയാൻ താല്പര്യമുള്ളവർ അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ ഇതിനകത്ത് മൻസൂർ BH, മൻസൂർ ബഹ്റൈൻ ഹസൻ, ഇദ്ദേഹം അഡ്വക്കേറ്റ് എന്നാണ് കാണുന്നത്, മലയാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ആ പോസ്റ്റാണ് ഇപ്പോൾ, അതായത് നമ്മൾ പേര് കേൾക്കുമ്പോൾ ചേച്ചി വിചാരിച്ചിട്ടുണ്ടായിരിക്കും സംഖ്യകളെയൊക്കെ ഇപ്പോൾ എടുത്തിട്ട് കൊടുത്ത് കാണുമെന്ന്. അല്ല, നേരെ തിരിച്ചാണ്. അതായത് സംഖ്യകളെ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RS ഗവായിക്ക് നേരെ ചെരുപ്പറിഞ്ഞ സംഭവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ്? രാകേഷ് കിഷോർ എന്ന 70-കാരനായിട്ടുള്ള ഈ അഭിഭാഷകനെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഡോക്ടറേറ്റ് അടക്കം ഉന്നത ബിരുദങ്ങളും സാമാന്യം പ്രാക്ടീസുമുള്ള ഒരു അഭിഭാഷകനാണ് ഈ രാകേഷ് കിഷോർ. അയാൾ ഫയൽ ചെയ്ത കേസിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലവനിൽ നിന്നുമുണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതികരണം. അതാവാം ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്. താൻ ഫയൽ ചെയ്ത ഹർജി കോടതിക്ക് സ്വീകരിക്കാതിരിക്കാം, നീതി നൽകാതെ തള്ളിക്കളയാം, എന്നാൽ എൻ്റെ വിശ്വാസങ്ങളെ പരിഹസിക്കുന്നത് ശരിയാണോ? ഇതാണ് ആരുടെ ചോദ്യം? അഭിഭാഷകനായിട്ടുള്ള രാകേഷ് കിഷോറിൻ്റെ ചോദ്യം. ഇനി ഈ വിഷയത്തിൻ്റെ നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. രാകേഷ് കിഷോറിനെതിരെ ദേഹോപദ്രവ ശ്രമം മുതൽ വധശ്രമത്തിന് വരെ കേസെടുക്കാം. ഈ ഷൂസ് എറിഞ്ഞ ആൾക്ക് ദേഹോപദ്രവം മുതൽ ശ്രമം മുതൽ വധശ്രമത്തിന് വരെ കേസെടുക്കാം. കാരണം അത് എറിഞ്ഞത് എന്തും ആവാമായിരുന്നു. അതൊരു ബുള്ളറ്റ് വരെ ആകാം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെയാണ് വധിക്കുന്നത്. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ക്രിമിനൽ കോടതി അലക്ഷ്യ കേസും വരാം, പക്ഷേ വിചാരണ വേളയിൽ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ഇതിനകത്ത് പെടുമെന്നാണ് പറയുന്നത് അദ്ദേഹം. എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം നമുക്ക് നോക്കാം. വിചാരണ വേളയിൽ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസും സംഭവത്തിന് ദൃക്സാക്ഷികളായവരും എല്ലാം സാക്ഷിക്കൂട്ടിൽ കയറേണ്ടി വരും ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കേസിന് ആസ്പദമായ കാര്യങ്ങളെല്ലാം തന്നെ എന്തിൽ ചർച്ച ചെയ്യപ്പെടും? കോടതിയിൽ അന്ന് ചർച്ച ചെയ്യപ്പെടും. അതുണ്ടായാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തൻ്റെ പ്രസ്താവനയ്ക്ക് വിശദീകരണമോ ഖേദപ്രകടനമോ നടത്തേണ്ടി വരും അന്ന് പറഞ്ഞതിൽ. അപ്പം അന്ന്, അതായത് പറഞ്ഞല്ലോ, അതായത് നിന്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞില്ലേ, ആ സംഭവത്തിന് മാപ്പ് പറയേണ്ടി വരുമെന്നാണ് ഈ അഭിഭാഷകൻ പറയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിലെ മൂർത്തിയുടെ അംഗവൈകല്യം സംഭവിച്ച പ്രതിമയെ, അതായത് വിഷ്ണു ദേവന്റെ മൂർത്തിയുടെ അംഗവൈകല്യം സംഭവിച്ച പ്രതിമയെ മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ഹർജിയിലാണ് ശില്പത്തിൻ്റെ അംഗഭാഗം മാറാൻ നിന്റെ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കൂ എന്ന വാക്കാലുള്ള പരാമർശം ചീഫ് ജസ്റ്റിസ് നടത്തിയത്. കോടതിക്ക് മുന്നിൽ വരുന്ന ഒരു ഹർജിയിൽ, അതും ആരാധനയോ മതവിശ്വാസത്തെയോ ബാധിക്കുന്ന ഹർജികളിൽ, മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതോ അനുചിതമായതോ ആയ പരാമർശങ്ങൾക്ക് കോടതികൾ മുതിരരുത്. നീതി തേടി കോടതിയെ സമീപിക്കുന്ന വ്യവഹാരിയോട് അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നതിൻ്റെ ഔചിത്യവും ചർച്ച ചെയ്യപ്പെടണം. അതായത് നീതി തേടിയാണല്ലോ വരുന്നത്, ദൈവമായി, ഭൂമിയിൽ ദൈവമായി കണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവരോട് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ ഔചിത്യവും ചർച്ച ചെയ്യപ്പെടണമെന്ന്. ഇസ്ലാം മതവിശ്വാസിയോട് അല്ലാഹുവിനോടും ക്രൈസ്തവ വിശ്വാസിയോട് യേശുദേവനോടും പ്രാർത്ഥിച്ച് നിങ്ങൾ പരിഹാരം തേടൂ എന്ന് നാളെ ഏതെങ്കിലും കോടതി പറഞ്ഞാൽ ഇതായിരിക്കുമോ അവസ്ഥ? ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ജുഡീഷ്യറി ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കുകയാണ് ഔചിത്യവും അന്തസ്സും എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് നടത്തുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല. കാരണം ഈ മതപരമായ കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെടുമ്പോൾ അതിലൊരു അനുഭാവം അല്ലെങ്കിൽ ഒരു കരുണ വേണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് ഒരു മനുഷ്യാവകാശ പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ക്ഷേത്രത്തിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ കയറാൻ പറ്റുന്നില്ല, പ്രവേശിക്കാൻ പറ്റുന്നില്ല, അവിടെ ഒരു മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമുണ്ട്. അവിടെ കൃത്യമായി അയാളോട് പറയില്ല നീ പോയി നിന്റെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിയിടേ എന്ന് പറയില്ല. കോടതി എവിടെ ഇടപെടും? ഇല്ലേ? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് കോടതി അദ്ദേഹത്തിന് ക്ഷേത്രത്തിനുള്ളിൽ കയറാനുള്ള അനുമതി വാങ്ങി കൊടുക്കും, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവിടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ ഇതുണ്ടല്ലോ, ചില ചടങ്ങുകളുണ്ടല്ലോ നമ്മുടെ ഇതിനകത്ത്, ഈ ഗരുഡൻ തുള്ളലും കുറേ മറ്റേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിന് കൺസെന്റ് ഇല്ലാതെയാണ് ചിലവരെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ പോവുകയാണെങ്കിലും നീ നിന്റെ ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചു എന്ന് കോടതി പറയില്ല. അവിടെയും കോടതി ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മനുഷ്യാവകാശ ലംഘനം അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ഉൾപ്പെടും. ശബരിമല വിഷയത്തിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം എന്നുള്ള മനുഷ്യാവകാശ പ്രശ്നം കിടക്കുന്നതുകൊണ്ടാണ് കോടതിക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് വരുന്നത് തന്നെ. അവിടെ എന്താണ് പറയുന്നത്? നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ മൈനറാണ് എന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം അയ്യപ്പൻ്റെ ഡൈറ്റിയാണ് അവിടെ, ഡൈറ്റി വേഴ്സസ് സർക്കാരാണ് അല്ലേ, അവിടെ അങ്ങനെയാണ്. അപ്പോൾ അയ്യപ്പൻ എന്ന ഡൈറ്റിക്ക് അവിടെ ഒരു എൻറ്റിറ്റി ആയിട്ട് കാണുന്നുണ്ട് നിയമം. അപ്പോൾ അയ്യപ്പൻ്റെ സ്ഥലമാണ്, അയ്യപ്പൻ മൈനറാണ്, അയ്യപ്പൻ അത് ആഗ്രഹിക്കുന്നില്ല നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇന്ദു മൽഹോത്ര, ചീഫ് 3 ജഡ്ജിമാരിൽ ഇന്ദു മൽഹോത്ര അതിനെ അനുകൂലിച്ചു, അറിയാമായിരിക്കുമല്ലോ.
മറ്റുള്ളവരെ അനുകൂലിച്ചില്ല. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഈ ഒരു കേസിൽ. കാരണം ഇതെന്താണ്, വിഗ്രഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹം ഇതുപോലെ അതിൻ്റെ അംഗവൈകല്യം ഉണ്ട്, അത് നന്നാക്കണം. അവിടെ എന്ത് മനുഷ്യാവകാശമാണ് ലംഘിക്കപ്പെടുന്ന? ഒരു മനുഷ്യാവകാശവും ഇല്ല. അതിന് നേരിട്ട് സുപ്രീം കോടതിയിൽ വന്നത് തന്നെ ഇതുകൊണ്ടാണ്. അദ്ദേഹം നേരിട്ട് മറ്റു കോടതികളിൽ പോകാതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ഇതായതുകൊണ്ടാണ് നേരിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം നോക്കി ഇതിനകത്ത് ഇത് എങ്ങനെയാണ് മാറ്റുന്നത് എന്നൊക്കെ ഉള്ള പരിഗണിച്ചിട്ടാണ്. അപ്പോൾ മറ്റ് പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടൊക്കെ നോക്കിയിട്ട് ഇത് കോടതിയുടെ ഇതിനകത്ത് വരുന്നതല്ല. കാരണം വിശ്വാസത്തിൽ യുക്തിയില്ല. യുക്തിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് കോടതി തീരുമാനമെടുക്കുന്നത്. മനുഷ്യാവകാശം, നേരത്തെ പറഞ്ഞ മനുഷ്യാവകാശം കോടതിയുടെ ഇതിൽ വരുന്നതാണ്, കാരണം അത് യുക്തിയുള്ളതാണ്. അപ്പം ഇത് അദ്ദേഹം പറഞ്ഞത് ഇത് കോടതിയുടെ പരിധി വരുന്നതല്ല, പോയി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ കൈ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പം സുപ്രീം കോടതിയിൽ എന്തെങ്കിലും നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ നമുക്കത് ഡിവിഷൻ ബെഞ്ചിൽ പോയി എതിർക്കാം, അങ്ങനെയുള്ള വകുപ്പുകളുണ്ട്. ഇനി അതല്ല അത് ഫൈനൽ വിധിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിച്ചേ പറ്റുള്ളൂ. നമുക്കറിയാം മീഡിയ എവിഡൻസിന് ബാൻ ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ, പിന്നീട് അതെടുത്ത് മീഡിയ എവിഡൻസിന് ബാൻ നൽകിയിരുന്നു, പിന്നെ സുപ്രീം കോടതി നീക്കുന്ന ഒരു കാര്യമുണ്ടായി. നമുക്ക് അതിനോട് വിയോജിപ്പുണ്ട്, നമുക്കത് വിഷമമുണ്ട്, പക്ഷെ നമ്മൾ അംഗീകരിച്ചു. അയോധ്യ അംഗീകരിക്കേണ്ടി വന്നു. മീഡിയ സന്തോഷത്തോടെ അംഗീകരിച്ചു. അയോധ്യ വന്ന സമയത്ത്, അയോധ്യ വിധി വന്ന സമയത്ത് നമ്മളെല്ലാം അംഗീകരിച്ചു. അത് അംഗീകരിക്കാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അന്ന് സുപ്രീം കോടതി സംഖ്യയാണെന്ന്, സുപ്രീം കോടതി സംഖ്യ എന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതും പറഞ്ഞ് തെരുവിലിറങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ എന്താണ് ഈ എന്നുണ്ടല്ലോ, ഇത് ഈ പല ഹിന്ദു സംഘടനകളൊക്കെ ഈ രാകേഷ് കിഷോറിനെ അനുകൂലിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ, അതായത് മാനുഷികപരമായിട്ടുള്ള വീഴ്ച ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രസ്താവനയിൽ, അത് നാളെ എന്തായാലും പരിഗണിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ ഇതിനകത്ത് ജഡ്ജിൻ്റെ മേലെ നമുക്ക് കുതിര കയറാനായിട്ട് യാതൊരു അവകാശവും ഇല്ല. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നതമായിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് ആത്യന്തികമായിട്ട് നമ്മുടെ എല്ലാം ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ പരമോന്നതമായ ഭക്തി ക്ഷേത്രങ്ങളിലല്ല, അത് സുപ്രീം കോടതിയിലാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, കോടതിയെ ഇന്ന് നമ്മൾ ഇതിലൊരു വീഴ്ച വരുത്തിയാൽ, ഇന്ന് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്താൽ, നാളെ പല ചീഫ് ജസ്റ്റിസുമാർക്കെതിരെയും ഇത്തരം അതിക്രമങ്ങളും ആക്രമണവും നടക്കാൻ സാധ്യതയില്ല. ഇല്ല, അതുകൊണ്ട് ഇത് മുളകിലേ നുള്ളുക, അതാണ് ഇതിന്റെ കാരണം. ഇത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി എന്നൊക്കെ പറയുന്നത് പരമോന്നതമായ കോടതികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മുളകിലേ നുള്ളിയില്ലെങ്കിൽ ഇത് നാളെ, ഇന്ന് ചെരുപ്പാണെങ്കിൽ നാളെ മറ്റു പലതും എറിയുക, എറിഞ്ഞുകൂടായിക ഇല്ല എന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ ന്യായീകരിക്കുന്നവരോട് പുച്ഛം മാത്രം.